ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് എവിടെ സാറാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ മൗണ്ടെയ്ൻസിലുള്ള ആളുകൾ ലൈഫും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമ്മുടെ ലാൻഡ് ഫോംസ് ആൻഡ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസിലെ ആളുകളൊക്കെ ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ മൗണ്ടെയ്ൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചെറിയൊരു ക്ലാസ് ആയിരിക്കും, എന്നാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ് എടുത്തു തരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യാത്ത ത്രൂ ഔട്ട് ക്ലാസ് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്നത്. ഫസ്റ്റ് എന്താണ് മൗണ്ടെയ്ൻസ് നമുക്ക് നോക്കാം. Think of rugged hills of Chotanagpur in Jharkhand. Those are mountains. They are a dramatic and have spring landscape ആണ് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളിവിടെ പറയുന്നത് ഹൈ എലവേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ഫീച്ചർ നമ്മൾ ചോട്ടാനാഗ്പൂർ അതിനൊരു എക്സാമ്പിൾ പറയട്ടെ. ഹിൽസ് ഓഫ് ചോട്ടാനാഗ്പൂർ അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. ഇനി നമുക്ക് കാണാൻ പറ്റും ഹൈ എലവേറ്റഡ് ഏരിയാസ് ആണ്, സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോബ്സ് ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ എന്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പറയുന്ന മൗണ്ടെയ്ൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലൈഫ് ഇൻ ദ മൗണ്ടെയ്ൻസ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മൗണ്ടെയ്ൻസിൻ്റെ പീപ്പിൾസിൻ്റെ ലൈഫ് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ടെറൈൻ ആൻഡ് ഫാമിംഗ് ആണ് നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത്. Mountain terrain is usually rough and has steep slopes, so regular farming is mostly done in some valleys. Terrace farming is practiced by cutting steps into the slopes for cultivation. നമുക്ക് കാണാൻ പറ്റും ഒരു ടെറസ് ഫാമിംഗ്, ദാറ്റ് മീൻസ് ഈ പറയുന്ന സ്റ്റെപ്പ് ആയി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഫാമിംഗ് മെത്തേഡാണ് മോസ്റ്റ്ലി എവിടെ കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെ കൂടുതൽ നടപ്പിലാക്കുന്നത് ഈ പറയുന്ന മൗണ്ടെയിൻ റീജിയൻസിൽ പോസിബിൾ ആവുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ നമ്മളിവിടെ പറയുന്നുണ്ട് എന്താണ്, വാലീസിലൊക്കെയാണ് കൂടുതലും എന്തുണ്ടാവുന്നത്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുന്നത്. പ്ലസ് ടെറൈൻ ഫാമിംഗ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഫാമിംഗ് മെത്തേഡാണ്. ഈ സ്ലോപ്സിലൊക്കെ സ്റ്റെപ്പായി കട്ട് ചെയ്തിട്ടുള്ള ഒരു ഫാമിംഗ് മെത്തേഡാണ് അവിടെ മേജറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി അവരുടെ ഓക്യുപ്പേഷനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഹേർഡിങ് ആൻഡ് ടൂറിസം ആണ്. ഓക്കെ, മെനി മൗണ്ടൻ ഏരിയാസിൽ എന്ത് ഇവിടെ ആനിമൽസിനൊക്കെ ഹേർഡ് ചെയ്യും, ആനിമൽസിനൊക്കെ വളർത്തും. എന്താ പറയുക, നമ്മൾ പറയുകയാണെങ്കിൽ പാസ്റ്റോറൽ ലൈഫും കാര്യങ്ങളൊക്കെ മൗണ്ടൻ റീജിയൻസിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവീസ് സെക്ടറാണ് ടൂറിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യുന്ന ഫിസിയോഗ്രഫിക്കൽ എന്താ പറയുക ഒരു യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ലാൻഡ് ഷേപ്പാണ് എവിടെ ഉള്ളത്, മൗണ്ടെയ്ൻസിലുള്ളത്. അതുകൂടാതെ അവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലൊക്കെ ടൂറിസ്റ്റുകൾ മാക്സിമം എന്ത് ചെയ്യണം attract ചെയ്യുക. അപ്പോൾ ടൂറിസം ഇസ് എ മേജർ സോഴ്സ് ഓഫ് ഇൻകം ദ മൗണ്ടെയിൻ ബിക്കോസ് പീപ്പിൾ ആർ അട്രാക്റ്റഡ് ഡ്യൂ ടു ഫ്രഷ് എയർ ആൻഡ് ബ്യൂട്ടിഫുൾ സീനറി. അപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ഫ്രഷ് എയർ ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ ആണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണെങ്കിലും ടൂറിസ്റ്റുകൾ മോസ്റ്റ്ലി എന്താ കൂടുതൽ അട്രാക്ട് ചെയ്യും, ഈ പറയുന്ന മൗണ്ടെയിൻ റീജിയൻസ് അട്രാക്ട് ചെയ്യും. അപ്പോൾ ടൂറിസം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓക്യുപ്പേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഈ ആനിമൽസിനെ ഹേർഡ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞ പാസ്റ്റോറൽ ലൈഫുമായിട്ട് കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മുമ്പോട്ട് പോകുന്നുണ്ട്. Then tourist activities നമ്മൾ നോക്കുകയാണെങ്കിൽ tourists often visit for activities like skiing, hiking, mountaineering and paragliding. People have also been visiting mountains for religious and pilgrimage for many centuries. അതുകൂടാതെ ടൂറിസ്റ്റുകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ലൈക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മൗണ്ടനിയറിങ്ങും അല്ലെങ്കിൽ ഈ പറഞ്ഞ പല ആക്ടിവിറ്റീസിനാണ് ടൂറിസ്റ്റുകൾ വരുന്നത്. അതുകൂടാതെ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ കുറേയധികം അവരുടെ റിലീജിയസ് ആയിട്ടുള്ള കുറേയധികം വിശ്വാസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടും എങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഈ പറഞ്ഞ മൗണ്ടെയിൻ റീജിയൻസിലേക്ക് വരാറുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ദെൻ എൻവയോൺമെൻറ്റൽ കൺസേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൗഎവർ ടു മെനി വിസിറ്റേഴ്സ് ക്യാൻ ഹാം ദ ഡെലിക്കേറ്റ് മൗണ്ടെയിൻ എൻവയോൺമെൻറ്റ് മേക്കിംഗ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഫൈൻഡ് ബാലൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇതൊക്കെ പറയുമ്പോഴും ടൂറിസ്റ്റുകളൊക്കെ കൂടുതൽ അട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഈ മൗണ്ടെയിൻ റീജിയൻസിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഒരു നെഗറ്റീവ് സൈഡ് നമുക്ക് പറയുന്നത് അല്ലെങ്കിൽ അത് നമ്മുടെ എൻവയോൺമെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, അത് നശിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് പല രീതിയിൽ എന്ത് ചെയ്യാം, നശിക്കാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം കോൺഷ്യസ് ആയിരിക്കണം. മാക്സിമം എന്ത് ചെയ്യണം, ഈ പറയുന്ന വേസ്റ്റ് ഡംപ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആവുക. ബിക്കോസ് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവർ റെസ്പോൺസിബിലിറ്റി ടു അല്ലെ, നമ്മുടെ കൂടി എന്താണ് ഉത്തരവാദിത്തമാണ് നമ്മൾ എന്ത് ചെയ്യുക, റിയലൈസ് ചെയ്യുക. അങ്ങനെ മാക്സിമം എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പ്രിസർവ് ചെയ്തുകൊണ്ട് നമ്മൾ സേവ് ചെയ്യണം. നമുക്ക് മാത്രമുള്ളതാണോടാ, അല്ല, നമ്മൾ എൻജോയ് ചെയ്യുന്ന ഓരോ ഈ പറയുന്ന നാച്ചുറൽ ബ്യൂട്ടീസും എല്ലാ ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അത്തരത്തിലുള്ള മൗണ്ടെയിൻസിനാണെങ്കിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുക, നമ്മളവിടെ വർക്ക് ചെയ്യുക, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ഡിസ്ട്രോയ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുക. അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചറിയുക. ഓക്കെ, ഇനി സാക്രഡ് മൗണ്ടെയിൻസ് അറൗണ്ട് ദ വേൾഡിലെ തന്നെ സാക്രഡ് ആയിട്ടുള്ള മൗണ്ടെയിൻസ് ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. തന്നെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. മൗണ്ട് എവറസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ മൗണ്ട് എവറസ്റ്റ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ അറ്റ് 8,849 meters ഈസ് നോൺ ആസ് ഡിഫറെൻറ്റ് നെയിംസ്.
ടിബറ്റൻസ് കോൾഡ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എന്താടാ ചോമലുങ്മ, അതുപോലെ തന്നെ മദേഴ്സ് ഗോഡ്സ് ഓഫ് ദ വേൾഡ് എന്നാണ് ഈ പറയുന്ന ടിബറ്റിൽ ഈ പറയുന്ന എന്താണ് മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത്. ദെൻ നേപ്പാളീസിന് ആണെങ്കിലോ സഗർമത എന്നാണ് അറിയുന്നത്. മീനിങ് ഓഫ് ഗോഡസ് ഓഫ് ദ സ്കൈ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത്. ഇതൊക്കെ ലൈക്ക് സാക്രഡ് ആയിട്ടുള്ള മൗണ്ടെയിൻസ് കൂടിയാണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ മൗണ്ട് കൈലാഷ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൗണ്ട് കൈലാഷ് ഇൻ ദ ടിബറ്റ് ഇസ് ഓൾസോ കൺസിഡർ ആസ് സാക്രഡ് ബൈ പീപ്പിൾ ഹു ഫോളോയിങ് ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം ആൻഡ് ബോൺ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഡിഫറെൻറ്റ് റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ അവരുടെ ഒരു സാക്രഡ് പ്ലേസ് ആയിട്ടാണ് മൗണ്ട് കൈലാഷ് എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഗ്ലോബൽ റെലവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റെസ്പെക്ട് ഫോർ മൗണ്ടൻസ് ആസ് ഹോളി പ്ലേസ് ഈസ് കോമൺ ഇൻ ഇന്ത്യ ആൻഡ് മെനി അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. ഈ പറയുന്ന മൗണ്ടെയിൻസിന് അല്ലെങ്കിൽ ഈ ഒരു ഫിസിയോഗ്രാഫിക് യൂണിറ്റിനെ റെസ്പെക്ട് ചെയ്യുന്നതും ഒരു ഹോളി സെൻറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതൊക്കെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മൗണ്ടെയിൻസിന് മെയിനായിട്ടും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ടെററിസ് ഫാമിംഗ് ഉണ്ട്, ടൂറിസം ഉണ്ട്, അതുപോലെ തന്നെ ആനിമൽസിനെ ഹേർഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓക്യുപ്പേഷൻ എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്ത ആളുകളൊക്കെ എവിടെ ഉണ്ട് മൗണ്ടെയിൻസിലുണ്ട്. മൗണ്ടെയിൻസിലെ ആളുകൾ ഇതൊക്കെയാണ് അവർ മെയിനായിട്ടും സർവൈവ് ചെയ്യാണ്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഒരു ചാപ്റ്റേഴ്സും സിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുമായിട്ട് ഇനിയും നമ്മുടെ എൻ്റെ ടീം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം മക്കളെ. താങ്ക് യു, ബൈ.